ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 3 പഴുത്ത മാങ്ങയാണ്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് നാടൻ മാങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഒന്ന് ചെറുതായി അരിഞ്ഞ് വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച കുമ്പളങ്ങയും മാങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുശേഷം ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂണ് പച്ചക്കടുകാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് നല്ല ജീരകം. അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മാങ്ങയും കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. ഇവിടെ ഇപ്പോൾ വലിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് വെന്തിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കറിയുടെ കട്ടിക്കനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള മോര് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മോര് ചേർത്താൽ പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ ഇവിടെ മോരൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. അതൊന്ന് മൂപ്പിച്ചെടുത്താൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം മൂപ്പിച്ചെടുക്കാം. ഇനി ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇവിടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങ കൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുണ്ടാവണം ചെറിയ നാടൻ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. എന്തായാലും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്